കർഷകനാണല്ലോ. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ഇത് എന്താ 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 ചേട്ടന് മനസാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴിമാറി പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ല. മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റിയല്ല. എന്താ എന്താ പ്ലാൻ അടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. ഏവനുണ്ടെന്ന് തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ. നീ ബൈക്ക് കൊടുത്ത് നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. വണ്ടി വിട്. ആക്സിഡന്റ് പറ്റിയ ആളുടെ കൂടെ വന്നതാരാ? ഞങ്ങൾ എല്ലാരും കൂടെ. യോ, ബാക്കിയുള്ളവർക്ക് ഇവിടെ പോയി. ഇത്രയും മരുന്ന് ഉടനെ വേണം. ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2-3 കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം. അതിന് അയാൾ എന്റെ ആരുമല്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യത്വം ഓർത്ത് ഞാൻ. എന്തായാലും മരുന്ന് വാങ്ങിക്കേണ്ടതല്ലേ? ബാക്കി കാര്യമൊക്കെ പോലീസോട് പറഞ്ഞാൽ മതി. പോലീസ് വരൂ? പിന്നെ ആക്സിഡന്റ് കേസല്ലേ? ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോ എത്തും. ആ പൈസ എടുത്തേ, ഞാൻ മരുന്ന് വെച്ചോണ്ടിരാ. ജേഴ്സിയാ? അതെ സാർ, ജേഴ്സി തന്നെ. അതോ നാടനോ? നാടനാന്നാ തോന്നുന്നത്. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റാ. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. സുമാരുള്ള സ്വാമി സാർ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആ ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതാ അവിടെ. ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സാർ. ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരോടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഓ, ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ചൊക്കെ പേടിക്കുന്നു വേണ്ട. FIR എഴുതുന്നത് ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തില്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു. സുമാരമുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ഓ, ചേട്ടൻ നല്ല ആളാ. ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ? ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പറഞ്ഞു KVM-ലാവുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിടന്ന്. ആക്സിഡന്റും ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ടാ നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. അച്ഛാ, മോളെ സൂക്ഷിച്ചു വേണേ. ഇതിപ്പോ 12ാമത്തോടാ ഈ മാസം മാറുന്നത്. തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്നും കിട്ടട്ടെ. നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ വേണ്ട അച്ഛാ, പുരാന സ്റ്റൈലി അച്ഛാ ഹൈ. ഓൾഡ് ഈസ് ഗോൾഡ് कहते हैं ना. നല്ല കാലം വന്നല്ലോ വേണം സാറേ. എന്താ? നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ. പ്രേതത്തിന് നല്ല
ദൈവത്തെ തന്നെ പേടിയില്ലാത്ത ഒരു സൈസ്. ഉം. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ഹൗസ് ഓണർ ഒന്നും കൊതിക്കും ഇല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തി കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടറാ. ആ. നമ്മളെ പഞ്ചായത്തിന്റെ ഹാളും സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നില്ലേ? ഉം. നമ്മൾ ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഉം. ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. അത്. ആ പണി ചെയ്താൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി ആള് വീണു. ഉം. ഒന്ന് അഡ്വാൻസ് മേടിച്ചാട്ടെ. കുടുംബം വന്നിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബം ആൾ എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പൊരു ബാച്ചിലറാ. ഓ, മെയിന്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആര് ചെയ്താലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ. ഹരീന്ദ്രൻ. ആ, ഞാൻ ശേഖര മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ, മനസ്സിലായി. അങ്ങനെ സമ്പാദിച്ചാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യതയാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. ഉം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികളും. കുട്ടികൾ ഒച്ചയും ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കെടുത്താൻ പാടില്ല. ഒച്ചിമ്പാൾ ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ? ആ, പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ ആളുകളായിട്ട് അധികം മിങ്കിൾ ചെയ്യാറില്ല. ആ. എന്റെ അടുത്ത് മറ്റുള്ളവർ അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്ദാബാദ് അർത്ഥം. അങ്ങനത്തെ ഒരാളെ തന്നെ മേനോൻ സാറും അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നല്ലോ ചെയ്തോ. അല്ല, വാടക ചീട്ട് ഒപ്പിടാതെ. എന്താണ് സാറ്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു പരസ്പര വിശ്വാസത്തിന് പുറത്തു നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതല്ല ബ്രോക്കറെ, നമ്മുടെ ഒരു കാര്യം. ബ്രോക്കർ അല്ല, മാഷ്, കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊടുക്കും. ഇതാ എന്നും കൂടി നോക്കില്ല. ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടിയും കറിയൊക്കെ എടുത്ത് അത് കയറിക്കോളി. ആ, ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവോ ആവോ? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് അയാളല്ലേ തീരുമാനിക്കണ്ടേ. വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല. അവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പ്രീതി. അവളുടെ അച്ഛൻ കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്? അത് ശരി. കാറുകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ? വേറെ ബന്ധുക്കളൊന്നും ഇല്ലേക്ക്? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ചൂഴിഞ്ഞെന്ന് ചോദിക്കാൻ പറ്റുമോ? അനിയനും അനിയത്തി എറണാകുളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ പറഞ്ഞത്. അവർക്ക് കുടുംബവും ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരി ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ? ആവശ്യമില്ലാത്തൊരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവോ. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അത് ഇവിടെ എനിക്ക് ഒരുപാട് കണക്കെഴുതി തീർക്കാനുള്ളതാ. അല്ല, ലൈൻ രണ്ടോന്നാ. ഇനിയിപ്പോ അവിടെ മെയിനോ മറ്റോ ഓഫാണോ? ഞാൻ പോയി നോക്കിട്ട് വരേ. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കഴിഞ്ഞില്ലോ. വരൂ. ഫ്യൂസ് പോയതാന്നാ തോന്നുന്നേ. ഈ ടോർച്ചൊന്ന് അടിച്ചേ. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ? വെറുതെ ഒന്നുമല്ല, മാഷ് നേരിട്ട് കണ്ടു അത്രേ. അത് വല്ല നിഴലോ മറ്റോ കൊണ്ട് പേടിച്ചതാവും. പിന്നെ 20-ആം നൂറ്റാണ്ടിലെ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ? എനിക്കോ? ഏയ്, പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. അത് ശരി. इस आदमी को इसके बारे में कुछ भी नहीं मालूम. दुनिया में सारा लोग तुम्हारा जैसा है. चल चल खाना खा लो, टाइम हो ठीक है, गया. अभी जल्दी आए ना? हाँ जरूर, अभी आऊं. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാന്ന്. ഭയങ്കര ഉഷ്ണമേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാനുണ്ട്. ഗുഡ് നൈറ്റ്.
ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സ്തംഭിപ്പിക്കും മെറ്റൽ കോറി 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 സ്തംഭിപ്പിക്കും. എന്താ തോമസിന്റെ പ്രശ്നം? അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നിട്ട് പേയ്മെന്റ് കിട്ടും. കോൺക്രീറ്റ് തീർന്നെങ്കിൽ ഇനി ഒരു 8 ലോഡ് മെറ്റലെങ്കിലും വേണ്ടി വരും. 2 ദിവസമുള്ള സമരം തരും. തിരുവനന്തപുരത്ത് ആള് പോയിട്ടുണ്ട്. അതുവരെ സാറും ക്ഷമിക്കും. പണി നിന്നു പോകില്ല ഈശ്വര. എന്താ സാറേ ഈശ്വരനെ വിളിക്കുന്നത്? എനിക്ക് കുറച്ച് മെറ്റൽ കിട്ടില്ലെങ്കിൽ വർക്ക് നിന്നു പോകും. ഞാൻ നിങ്ങളുടെ യൂണിയന് സ്ഥിരമായിട്ട് സംഭാവന നൽകുന്ന ഒരു അനുഭാവിയാണല്ലോ. നിങ്ങൾ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് മെറ്റൽ ഇറക്കാം. സമരം വേറെ സംഭാവന വേറെ. അണികളെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എന്നിട്ട് ചെയ്യൂല. അല്ല, അന്ന് കൊണ്ടുപോയ ആ മുള കിട്ടിയില്ലല്ലോ. ആ മൈതാനത്ത് ചെന്ന് നോക്കിയേ, പാർട്ടിയുടെ കൊടി ഇപ്പോഴും പാറി കളിക്കുന്ന ആ മുളകളിലല്ലേ? അഭിമാനിക്കാൻ എന്തെങ്കിലും കൂടുതൽ എന്താ വേണ്ട സാറേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല, ഇത് ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷെ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ല. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരുമില്ല. പണിക്കുമല്ല ആണെങ്കിൽ പഞ്ചായത്തിനടുത്ത വർക്ക് സൈറ്റ്, അവിടെ ചെന്നാ കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ ചേച്ചി, ദാ കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്കാവും. അല്ല, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചതേ ഉള്ളൂ. മിടുക്കിക്കുട്ടി. എന്താ? മീനാക്ഷി കുട്ടി തന്നെ, എന്റെ അനിയത്തെ. അവളുടെ അതേ ഛായ. ഇടുവ കരിക്ക് കൊണ്ടുവരാൻ പോയാൻ ചത്തോ? നേരം അത്രേ വരാനുണ്ട് സാർ. ഇപ്പോഴാണ് ബാലു ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കുന്നത്. താൻ ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്കിലും വാങ്ങിച്ചോ. വന്നിരിക്കുന്ന എഞ്ചിനീയറാ. മാഡം, സിമന്റ് രജിസ്റ്റർ ഒക്കെ അപ് ടു ഡേറ്റ് ആണോ? അതെ മാഡം. ഇത് ഇന്നത്തേക്ക് വാർക്കാൻ കഴിയും? ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച. ആ. എസ്റ്റിമേറ്റ് പെടാത്ത കുറച്ച് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് മാഡം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയച്ചിട്ടില്ലേ? ഓ മാഡം. അപ്രൂവലിന് ട്രിവാൻഡ്രത്ത് ചീഫ് ഓഫീസിൽ പോയി വരേണ്ടി വരും. അറിയാം. ഏതായാലും മിസ്റ്റർ ഹരീന്ദ്രൻ നാളെ ഓഫീസിലേക്ക് ഒന്ന് വരൂ. ആ. വെയില് കുറെ കൊള്ളുന്നുണ്ടല്ലേ? എന്തേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കരിവാളിച്ചിട്ടുണ്ട് മുഖം. വരട്ടെ. നാടൻ പഴം അല്ലേ? ആ, ഈ പറമ്പിലുണ്ടായതാ. നല്ല മധുരം. ആ. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്കത്തെ ഊണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. इसका मतलब क्या है? ഗൃഹാതുരത്വം? ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാ എനക്കറിയാതെ വിട്ടത്. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങൾ കവിതാവാസനയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി പറയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമന്റ്, കമ്പി, പണിക്കാര്, ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. അല്ല, കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയ അപ്പൊ മനസ്സിൽ കവിത തെളിയും. ഒരു ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞ് വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞതാ. കവിത കവിത. ആ, പാലക്കാട്ടൊരു കവി സമ്മേളനം. പേര് കേട്ട കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ കൂടെ എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പ് സാറ് വന്നതിനെ ഒരൊറ്റ കെട്ടിപ്പിടുത്തം. ഏത് എന്നിട്ട് കുറിപ്പ്? നമ്മുടെ ONV കുറുപ്പ് സാറേ. ആ. എന്നിട്ട് അദ്ദേഹം മൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചുനിശ്ശേരി പറയുമ്പോ ദേ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം.